മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്ററായ ദ വേൾഡ് ഓഫ് കാർബൺ. അപ്പോൾ നമുക്ക് കാർബൺ എന്ന എലമെന്റിനെ പറ്റി നമ്മൾ നേരത്തെയൊക്കെ ഉള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. കാർബൺ എന്ന എലമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഫെമിലിയർ ടു യു, നമുക്കെല്ലാം പരിചിതമായ ഒരു മൂലകമാണ്. ദിസ് എലമെന്റ് ഹാസ് എ ലോട്ട് ഓഫ് സ്പെഷ്യാലിറ്റീസ്. ഈ എലമെന്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ്? അതായത് ഒരുപാട് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് കാർബണിന്. അതുകൊണ്ട് തന്നെ ഫുഡ്, ക്ലോത്ത്, ഓയിൽസ്, സോപ്പ്, കോസ്മെറ്റിക്സ്, ഫ്യൂവൽസ്, മെഡിസിൻസ്, പ്ലാന്റ് ആനിമൽ ബോഡി, പെയിന്റ്സ്, റബ്ബർ, പേപ്പർ, പ്ലാസ്റ്റിക് എക്സെട്ര ആർ പ്രൈമർലി കാർബൺ കോമ്പൗണ്ട്സ്. ഇവിടെ ഒരുപാട് സബ്സ്റ്റൻസ് കാർബൺ അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകളുണ്ട്. ഇവിടെ ആഹാരം, വസ്ത്രം, ഓയിൽസ്, എണ്ണകൾ, സോപ്പ്, പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ, ഇന്ധനങ്ങൾ, ഫ്യൂവൽസ്, മെഡിസിൻസ്, മരുന്നുകൾ, പിന്നെ പ്ലാന്റ് ആനിമൽ ബോഡി, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയൊക്കെ ശരീരഭാഗങ്ങൾ, പിന്നെ പെയിന്റ്, റബ്ബർ, പേപ്പർ, പ്ലാസ്റ്റിക്, അതായത് പിന്നെ ജീവനുള്ളവയും ജീവനില്ലാത്തതുമായ ഒരുപാട് വസ്തുക്കളിൽ എന്തോന്ന് അടങ്ങിയിട്ടുണ്ട്? കാർബൺ അടങ്ങിയിട്ടുണ്ട്. ഇനി പ്രസൻസ് ഓഫ് കാർബൺ ഇൻ നേച്ചർ, നമ്മുടെ ഭൂമിയിൽ കാർബണിന്റെ സാന്നിധ്യം, അതാണ് ഇനി പറയാൻ പോകുന്നത്. കാർബൺ ഈസ് വൺ ഓഫ് ദ എലമെന്റ് സീൻ ഇൻ നേച്ചർ ബോത്ത് ഇൻ എലമെന്റൽ ആൻഡ് കമ്പൈൻഡ് സ്റ്റേറ്റ്. ഇപ്പോൾ കാർബൺ എന്ന് പറയുന്നത് ഒരു മൂലകമായിട്ട് പ്രത്യേകം കാണപ്പെടും, കമ്പൈൻഡ് സ്റ്റേറ്റിലും കാണപ്പെടും, സംയോജക അവസ്ഥയിലും സംയുക്തമായും കാണപ്പെടും, പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു എലമെന്റ് ആയിട്ടും കാണപ്പെടും. കാർബൺ the charcoal residue left behind when the substance undergo combustion is due to the presence of carbon compounds in the. ഇവിടെ നമ്മൾ വസ്തുക്കൾ കത്തുമ്പോൾ അവശേഷിക്കുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കാർബൺ അടങ്ങിയിട്ടുണ്ട്. The black smoke formed when substance burning is also due to the presence of carbon. ഇനി വസ്തുക്കൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക, അതിലും എന്തോന്നാണ്? കാർബണിന്റെ സാന്നിധ്യമുണ്ട്. New compounds of carbon are being discovered or created almost every day. ദിവസം തോറും പുതിയ പുതിയ കാർബൺ കോമ്പൗണ്ട്സുകൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Even all the total number of compounds formed by all other elements can be equal to 1/10 of the compound of carbon. അപ്പോൾ മറ്റുള്ള എലമെന്റുകളുടെയൊക്കെ ഒരുപാട് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും ഏറ്റവും കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാക്കാനുള്ള കഴിവെന്ന് പറയുന്നത് ഏതിനാണ്? കാർബണിനാണ്. ഇനി നിങ്ങൾക്ക് കാർബണിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ കാർബൺ എന്ന മൂലകം. അതായത് അതിന് നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? സി, ക്യാപിറ്റൽ ലെറ്റർ സി കൊണ്ടാണ് കാർബണിനെ സൂചിപ്പിക്കുന്നത്. ഇനി അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 അല്ലേ? കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അതുകൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4, കെ ഷെല്ലിൽ 2, ഷെല്ലിൽ 4. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിന്റെ എണ്ണം 4. അതുകൊണ്ട് തന്നെ അതിന്റെ വാലൻസി എത്രയായിരിക്കും? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ആണെങ്കിൽ അതിന് 8 ആകാൻ എത്ര എണ്ണം കൂടി വേണം? അതാണല്ലോ അതിന്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ആയതുകൊണ്ട് അതിന് 8 ആകാൻ 4 ഇലക്ട്രോൺ കൂടി വേണം. അതുകൊണ്ട് അതിന്റെ വാലൻസി എന്ന് പറയുന്നത് 4. മെറ്റൽ ഓർ നോൺ മെറ്റൽ, അത് നോൺ മെറ്റലായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് കാർബണിനെ. അതായത് പിന്നെ കാർബണിനെ ഒരു നോൺ മെറ്റലായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇനി കാർബണിന്റെ അലോട്രോപ്സ്. ഇനി കാർബണിന്റെ അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ രൂപാന്തരങ്ങൾ എന്ന് പറയും. കാർബണിന്റെ രൂപാന്തരങ്ങൾ എന്താണ് കാർബണിന്റെ അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ? അതായത് കാർബൺ ഡിഫറെന്റ് ഫോംസ് ഓഫ് ദ സെയിം എലമെന്റ് ഹാവിംഗ് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് വിത്ത് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ നോൺ ആസ് അലോട്രോപ്സ്. അതായത് ഒരു എലമെന്റിന്റെ തന്നെ വിവിധ രൂപങ്ങളുണ്ട്. അപ്പോൾ ഒരു എലമെന്റിന്റെ വിവിധ രൂപങ്ങള്, പക്ഷെ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതിന്റെ ഭൗതിക ഗുണങ്ങൾ വ്യത്യാസമായിരിക്കും. ബട്ട് വിത്ത് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ്, രാസഗുണങ്ങളെല്ലാം ഒരേപോലെ ആയിരിക്കും. അങ്ങനെയുള്ള ഡിഫറെന്റ് ഫോംസ് ഓഫ് എലമെന്റിനെയാണ് അലോട്രോപ്സ് അല്ലെങ്കിൽ രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത്. ആ പ്രതിഭാസം, ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് അലോട്രോപ്പി എന്ന് പറയും, രൂപാന്തരത്വം എന്ന് പറയും ഈ പ്രതിഭാസത്തിന്. അപ്പൊ എന്താണ് അലോട്രോപ്സ് അല്ലെങ്കിൽ രൂപാന്തരങ്ങൾ എന്ന് പറഞ്ഞാൽ? അതായത്
different forms of the same element. ഒരേ എലമെന്റിന്റെ ഡിഫറെന്റ് ഫോംസ്, വിവിധ രൂപങ്ങൾ. അതിന്റെ പ്രത്യേകത എന്താണ്? ഹാവിങ് ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും, ഭൗതിക ഗുണങ്ങൾ വ്യത്യാസമായിരിക്കും, ബട്ട് സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ്, രാസഗുണങ്ങൾ ഒരേപോലെ ആയിരിക്കും. അങ്ങനെയുള്ള ഡിഫറെന്റ് ഫോംസ് ഓഫ് എലമെന്റിനെയാണ് എന്തോന്ന് പറയുന്നത്? അലോട്രോപ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത്. ദിസ് ഫിനോമിന ഈസ് കാൾഡ് അലോട്രോപ്പി. പ്രതിഭാസത്തിന് അലോട്രോപ്പി എന്നാണ് പറയുന്നത്. അപ്പൊ കാർബണിന് എന്തോന്ന് സ്വഭാവം ഉണ്ടെന്നാണ് പറയുന്നത്? അലോട്രോപ്പി സ്വഭാവ നേച്ചർ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ അലോട്രോപ്സിനെ പറ്റി മെൻഷൻ ചെയ്തത്. അപ്പോൾ ഏതൊക്കെയാണ് കാർബണിന്റെ അലോട്രോപ്സ്? കാർബണിന്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? ഡയമണ്ട്, വജ്ര, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറൻ, ഗ്രാഫീൻ എക്സെട്ര ആർ ദ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഓഫ് കാർബൺ. അപ്പൊ കാർബണിന്റെ രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ അലോട്രോപ്സിനെ പറ്റി, വാട്ട് ആർ ദ അലോട്രോപ്സ് ഓഫ് കാർബൺ എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് പ്രധാനപ്പെട്ട അലോട്രോപ്സ് എന്ന് പറയുന്നത് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രഫീൻ. 4 പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രഫീൻ. ഇപ്പൊ ഓരോന്നിനെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ഓരോന്ന് എന്താണെന്ന് വിശദമായിട്ട് പറയാം. ഇനി ഫസ്റ്റ് അലോട്രോപ്പ് എന്ന് പറയുന്നത് ഡയമണ്ട് ആണ്. വജ്രം നമുക്കറിയാം. ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് അലോട്രോപ്സ് ഓഫ് കാർബൺ. കാർബണിന്റെ ഏറ്റവും കട്ടി കൂടിയ അലോട്രോപ്പാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. ഡയമണ്ട് എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയമണ്ട്? അതിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ഹാർഡ്നെസ് ആണ് ഒന്നാമത്തെ സ്വഭാവം. ഇറ്റ് ഈസ് വെരി ഹാർഡ്. ട്രാൻസ്പാരന്റ് ആണ്, പ്രകാശം കടത്തിവിടും, ട്രാൻസ്പാരന്റ് ആണ്. പിന്നെ നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, എന്നാൽ എന്ത് കടത്തിവിടുന്നില്ല? വൈദ്യുതി കടത്തിവിടുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, അതായത് താപചാലകത കൂടുതൽ, ഉയർന്ന താപചാലകതയാണ് ഡയമണ്ടിനുള്ളത്. പിന്നെ ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആവർത്തന സ്വഭാവം കൂടുതലാണ്. അതാണ് ഡയമണ്ടിന്റെ സ്വഭാവം. ഒരു 4-5 പോയിന്റ് ഉണ്ട്, ഈസി ആണല്ലോ. വെരി ഹാർഡ്, കാഠിന്യം കൂടുതലാണ്. ട്രാൻസ്പാരന്റ് ആണ്, പ്രകാശം കടത്തിവിടും. നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി കടത്തിവിടുന്നില്ല. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, അതായത് താപചാലകത കൂടുതലാണ്. ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആവർത്തന സ്വഭാവം കൂടുതലാണ്. ഇനി എന്തൊക്കെയാണ് ഈ ഡയമണ്ട് യൂസസ് എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും നമുക്കറിയാം ഡയമണ്ട് ഓർണമെന്റ് അല്ലേ, ആഭരണങ്ങൾ, വജ്രാഭരണങ്ങൾ. അപ്പൊ പ്രധാനമായിട്ടും ഇറ്റ് ഈസ് ടു യൂസ് ടു മേക്ക് ഓർണമെന്റ്സ്, ഓർണമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഡയമണ്ട്. യൂസ്ഡ് ഫോർ കട്ടിങ് ഗ്ലാസ്, പിന്നെ ഗ്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി. വജ്രം, അതായത് അതിനെ കൂർത്ത മുനയാക്കി മാറ്റിയിട്ട് അത് ഉപയോഗിച്ച് എന്തുണ്ടാക്കും, എന്ത് ചെയ്യാൻ പറ്റും? ഗ്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പൊ അവിടെ പിന്നെ 2 പ്രധാന യൂസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യൂസ്ഡ് ടു മേക്ക് ഓർണമെന്റ്സ്, ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഫോർ കട്ടിങ് ഗ്ലാസ്, ഗ്ലാസ് കട്ട് ചെയ്യാനും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കൂ, വിച്ച് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയമണ്ട് ദാറ്റ് മേക്ക് ഇറ്റ് യൂസ്ഫുൾ ഓഫ് ദീസ് പർപ്പസസ്. അപ്പൊ അതിന്റെ ഏത് ഗുണമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്? ഈ യൂസസ്. ഓർണമെന്റ് ഉണ്ടാക്കാൻ കാർബണിന്റെ നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ് മുകളിൽ പറഞ്ഞു. ഏത് പ്രോപ്പർട്ടീസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് നോക്കാം. യൂസ്ഡ് ടു മേക്ക് ഓർണമെന്റ്, ഓർണമെന്റ് ഉണ്ടാക്കാൻ എന്തുകൊണ്ടാണ് ഡയമണ്ട് ഉപയോഗിക്കുന്നത്? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ യുണീക് പ്രോപ്പർട്ടീസ് ഓഫ് ഡയമണ്ട്? അതായത് അതിനു മുമ്പ് അതിന്റെ പ്രോപ്പർട്ടീസ്, യുണീക്ക്, അതിന്റെ സ്വഭാവ സവിശേഷങ്ങൾക്കുള്ള കാരണം, അതായത് അതിന്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഓഫ് ഡയമണ്ട് ഗിവൺ ഇൻ ഫിഗർ 7-1. ആ 7-1 അതിന്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ, പരലാകൃതിയിലുള്ള സ്ട്രക്ചറാണ് ഡയമണ്ടിനുള്ളത്. അപ്പൊ അവിടുത്തെ ആ സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഈച്ച് കാർബൺ ആറ്റം ഈസ് ലിങ്ക്ഡ് ബൈ കോവാലന്റ് ബോണ്ട്സ് വിത്ത് 4 other കാർബൺ ആറ്റംസ് സറൗണ്ടിങ് ഇറ്റ്. ഓരോ കാർബൺ ആറ്റത്തിനെയും അതിന് ചുറ്റുമുള്ള 4 കാർബൺ ആറ്റവുമായി സഹസംയോജക ബന്ധനം വഴി, അതായത് കോവാലന്റ് ബോണ്ട്സ് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈച്ച് കാർബൺ ആറ്റം ഈസ് ലിങ്ക്ഡ് ബൈ കോവാലന്റ് ബോണ്ട്സ് വിത്ത് 4 other atoms സറൗണ്ടിങ് ഇറ്റ്. ഓരോ കാർബൺ ആറ്റത്തിനെയും ചുറ്റാകെ 4 കാർബൺ ആറ്റം ഉണ്ട്. ഇവയെ കോവാലന്റ് ബോണ്ട് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ദിസ് സ്ട്രോങ് ബോണ്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹാർഡ്നെസ് ഓഫ് ഡയമണ്ട്. അപ്പൊ ഈ ശക്തമായ ബോണ്ടിങ് ആണ് ഡയമണ്ടിന്റെ എന്തോന്നിന് കാരണം?
ഹാർഡ്നെസ്സിന് കാരണം, അതിൻ്റെ കാഠിന്യത്തിന് കാരണം. അപ്പോൾ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഹാർഡ്നെസ് ഓഫ് ഡയമണ്ട്? ഡയമണ്ടിൻ്റെ കാഠിന്യത്തിന് കാരണം എന്തോന്നാണ് നമ്മൾ പറയാനുള്ള ആൻസർ? അതിന് തൊട്ടുമുകളിലുള്ള സെൻറ്റൻസ് എന്തോന്നാണ്? ഈച്ച് കാർബൺ ആറ്റം ഈസ് ലിങ്ക്ഡ് ബൈ കോവാലന്റ് ബോണ്ട് വിത്ത് 4 other carbon atoms surrounding it. This strong bond is responsible for the hardness of diamond. ഓരോ കാർബൺ ആറ്റത്തിനും അതിന് ചുറ്റുമുള്ള 4 മറ്റ് കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനം വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ ശക്തമായ ബന്ധനമാണ് അതിൻ്റെ ഡയമണ്ടിൻ്റെ കാഠിന്യത്തിന് കാരണം, ഹാർഡ്നെസ്സിന് കാരണം. ഇനി ഇത് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ക്രിസ്റ്റലിൻ സ്ട്രക്ചർ ഡയമണ്ട് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് അതെന്തോന്ന് കടത്തിവിടുന്നില്ല? ഇലക്ട്രിസിറ്റിയും കടത്തിവിടുന്നില്ല. അപ്പോൾ ഡയമണ്ട് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ടാണ് ഡയമണ്ട് ഇലക്ട്രിസിറ്റി കടത്തിവിടാത്തത്? ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദിയർ ക്രിസ്റ്റലിൻ സ്ട്രക്ചർ. അത് ആ പോയിന്റ് ആണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. അപ്പോൾ അതിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഡയമണ്ട് എന്തോന്ന് കടത്തിവിടാത്തത്? ഇലക്ട്രിസിറ്റി കടത്തിവിടാത്തത്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പാരൻറ്റിന് എന്തുകൊണ്ടാണ് അത് ഓർണമെൻ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഹാർഡ്നെസ് ആണ് ഒരു കാര്യം. പിന്നെ ആ ട്രാൻസ്പാരൻ്റ് നേച്ചറാണ്. പ്രകാശം കടത്തിവിടുന്നതുകൊണ്ട് തന്നെ അതിനൊരു ലസ്റ്റർ ഉണ്ട്, ഒരു തിളക്കം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതെന്തോന്നിന് ഉപയോഗിക്കുന്നത്? ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ഓർണമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്ലാസ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഏത് സ്വഭാവമാണ് യൂസ് ചെയ്യുന്നത്? അതിൻ്റെ ഹാർഡ്നെസ് ആണ് അവിടെ ഗ്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഡയമണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി അതിൻ്റെ അടുത്ത അലോട്രോപ്സ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ആണ്. കാർബണിൻ്റെ വേറൊരു അലോട്രോപ്പ് രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ്. അപ്പോൾ ആ ഡയമണ്ടിൽ നിന്നും ക്വൈറ്റ് ഡിഫറെൻ്റ് ആണ്. അതിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവമാണ് അതിനുള്ളത്, ഗ്രാഫൈറ്റിനുള്ളത്. ഗ്രാഫൈറ്റ് ഈസ് ദ സോഫ്റ്റസ്റ്റ് ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ഓഫ് കാർബൺ. കാർബണിൻ്റെ വളരെ മൃദുവായ ഒരു ക്രിസ്റ്റലൈൻ അലോട്രോപ്പാണ് അതാണ് ഗ്രാഫൈറ്റ്. കാർബണിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ്. ഇനി എന്തൊക്കെയാണ് ഗ്രാഫൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഇറ്റ് ഈസ് സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി. വളരെ സോഫ്റ്റാണ്, വഴുവഴുപ്പുള്ളതാണ്. ഗ്രേ ഇൻ കളർ, ഒരു ചാര നിറമാണ്. ഇത് ഡയമണ്ടിനെ പോലെയല്ല. എന്തോന്നാണ്? ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇതെന്തോന്ന് കടത്തിവിടും? വൈദ്യുതി കടത്തിവിടുന്നു. ഇറ്റ് ഈസ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നോൺ വോളട്ടൈലാണ്, ബാഷ്പശീലമില്ല. എത്രയാണ് ഇതിൻ്റെ സ്വഭാവം? ഗ്രാഫൈറ്റിൻ്റെ സ്വഭാവം. അപ്പോൾ ഒരേ കാർബണിൻ്റെ ഒരേ അലോട്രോപ്സ് ആണ് രണ്ടും, എന്നാലും രണ്ടിനും 2 വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഗ്രാഫൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി, ഗ്രേ ഇൻ കളർ, കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, നോൺ വോളട്ടൈൽ. അത് വളരെ മൃദുവാണ്, വഴുവഴുപ്പ് സ്വഭാവമുള്ളതാണ്, പിന്നെ ചാര നിറമുള്ളതാണ്, പിന്നെ വൈദ്യുതി കടത്തിവിടുന്നു, ബാഷ്പശീലമില്ല. ഇതാണ് ഗ്രാഫൈറ്റിന്റെ സ്വഭാവം. ഇനി ഗിവൺ ബിലോ ആർ സം യൂസസ് ഓഫ് ഗ്രാഫൈറ്റ്. ഇനി ഗ്രാഫൈറ്റിന്റെ ഉപയോഗങ്ങൾ. ഗ്രാഫൈറ്റിന്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് യൂസ് ടു മേക്ക് പെൻസിൽ ലെഡ്. പെൻസിലിന്റെ അകത്തുള്ള ലെഡ് ഉണ്ടാക്കാൻ വേണ്ടി എന്തോന്നിന് ഉപയോഗിക്കുന്നു? ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നു. പെൻസിൽ ലെഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. യൂസ് ടു മേക്ക് ഇലക്ട്രോഡ്സ് ഓഫ് ഡ്രൈ സെൽ. ഡ്രൈ സെല്ലിന്റെ ഡ്രൈ സെല്ലുകളിലെ ഇലക്ട്രോഡുകളായി ഉപയോഗിക്കുന്നു. അതായത് ഇലക്ട്രോഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആനോടും കാഥോഡുമായിട്ട് ഉപയോഗിക്കില്ലേ നമ്മള്? ഇപ്പൊ കാർബൺ റോഡ്സുകൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് റോഡുകൾ ഉപയോഗിക്കാറുണ്ട്. അതാണ് യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രോഡ്സ് ഓഫ് ഡ്രൈ സെൽ. യൂസ്ഡ് ആസ് എ സോളിഡ് ലൂബ്രിക്കന്റ്. ഒരു സ്നേഹകമായി ഉപയോഗിക്കുന്നു. വഴുവഴുപ്പ് സ്വഭാവം ഉള്ളതുകൊണ്ട് അതൊരു സ്നേഹകമായി ഉപയോഗിക്കുന്നു, ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് എ സോളിഡ് ലൂബ്രിക്കന്റ്. അപ്പൊ എന്തൊക്കെയാണ് ഗ്രാഫൈറ്റിന്റെ യൂസസ് എന്ന് പറയുന്നത്? പെൻസിൽ ലെഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. യൂസ്ഡ് ടു മേക്ക് പെൻസിൽ ലെഡ്. യൂസ് ടു മേക്ക് ഇലക്ട്രോഡ്സ് ഓഫ് ഡ്രൈ സെൽ. ഡ്രൈ സെല്ലിന്റെ ഇലക്ട്രോഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. യൂസ്ഡ് ആസ് എ സോളിഡ് ലൂബ്രിക്കന്റ്. അത് ഒരു സോളിഡ് ലൂബ്രിക്കന്റ്, സ്നേഹകമായി ഉപയോഗിക്കുന്നു. അപ്പൊ ഈ പെൻസിൽ ലെഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് അതിന് ഗ്രേ ഇൻ കളർ. അത് നമ്മൾ
വൈറ്റ് പേപ്പറിൽ എഴുതുമ്പോൾ അതിൻ്റെ ആ പ്രസൻസ് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രാഫൈറ്റ് ദാറ്റ് മേക്ക് ഇറ്റ് യൂസ്ഫുൾ ഫോർ ദിസ് പർപ്പസസ്. അപ്പോൾ ഗ്രാഫൈറ്റ് ഈ ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ആ ക്യാരക്ടറിസ്റ്റിനെ സ്വഭാവമായി താരതമ്യം ചെയ്യാനാണ് പറയുന്നത്. ഇലക്ട്രോഡ്സ് ഓഫ് ഡ്രൈ സെൽ. ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വൈദ്യുതി കടത്തിവിടുന്നതുകൊണ്ടാണ് അത് ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോൺ വോളട്ടൈലാണ്, പിന്നെ ഇറ്റ് ഈസ് സ്ലിപ്പറി ഇൻ നേച്ചറാണ് അല്ലേ. വഴുവഴുപ്പ് സ്വഭാവമുണ്ട്, ബാഷ്പശീലമില്ല. അതുകൊണ്ട് തന്നെ അതൊരു സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ടും ഉപയോഗിക്കുക, സ്നേഹമായി ഉപയോഗിക്കുക. ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രാഫൈറ്റ് ദാറ്റ് മേക്ക് ഇറ്റ് യൂസ്ഫുൾ ഫോർ ദിസ് പർപ്പസ്. അപ്പം ഈ ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റിൻ്റെ ഏതൊക്കെ പ്രോപ്പർട്ടി ആയിട്ട് കണക്ട് ചെയ്യാന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. മുകളിൽ പറഞ്ഞ പ്രോപ്പർട്ടിയുമായി യൂസും കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ഗ്രാഫൈറ്റ് ഗ്രോൺ ഇൻ ദ ഫിഗർ. ഇനി ഇവിടെ 7.1 ഡയമണ്ടിൻ്റെ സ്ട്രക്ചറാണ്. ഓരോ കാർബൺ ആറ്റത്തിന് ചുറ്റിലും 4 മറ്റ് കാർബൺ ആറ്റം കോവാലന്റ് ബോണ്ടിനാൽ കണക്ട് ചെയ്തിരിക്കുന്നു പറഞ്ഞു. ഗ്രാഫൈറ്റ് തൊട്ടടുത്ത പിക്ചർ. ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈച്ച് കാർബൺ ആറ്റം ഈസ് കോവാലന്റ്ലി ബോണ്ടഡ്. എല്ലാത്തിലും ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇലക്ട്രോണുകൾ പങ്കുവെച്ചുകൊണ്ടുള്ള രാസപ്രവർത്തനമാണ് കാർബണിലുള്ളത്. അതുകൊണ്ടാണ് ഈ കോവാലന്റ്ലി ബോണ്ട് എന്ന് പറയുന്നത്. സഹസംയോജക ബന്ധനം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇവിടെ ഇൻ ഗ്രാഫൈറ്റ് ഈച്ച് കാർബൺ ആറ്റം ഈസ് കോവാലന്റ്ലി ബോണ്ടഡ് വിത്ത് 3 സറൗണ്ടിങ് കാർബൺ ആറ്റംസ് ആൻഡ് ഫോംസ് എ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ. ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓരോ കാർബൺ ആറ്റവും അതിന് ചുറ്റുമുള്ള മറ്റു 3 കാർബൺ ആറ്റവുമായി കോവാലന്റ്ലി ബോണ്ടഡ് ആണ് ഇവിടെ. പക്ഷേ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ഫോംസ് ലൈക്ക് ഷീറ്റ് പോലെയുള്ള സ്ട്രക്ചറായിട്ട് ആണ് കാണപ്പെടുന്നത്. അപ്പൊ ഈ ഷീറ്റുകൾ അടുക്കുകളായിട്ടാണ് കാണപ്പെടുന്നത്. ദീസ് ഷീറ്റ്സ് ആർ ലേയേഴ്സ് ആർ സ്റ്റാക്ക്ഡ് വൺ അബവ് ദ അതർ ടു ഫോം എ സ്ട്രക്ചർ. അപ്പോൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന ലെയറുകൾ, അടുക്കുകളായിട്ടാണ് കാണപ്പെടുന്നത്. അതാണ് ഗ്രാഫൈറ്റിന്റെ ഘടനയുടെ പ്രത്യേകത. ഇനി ഈച്ച് ലെയർ ഈസ് മേഡ് അപ്പ് ഓഫ് ഹെക്സഗൺസ്. ഈ ഓരോ ലെയറും ഒരു 6 വശങ്ങളുള്ള ഒരു ഹെക്സഗൺ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഷഡ്ഭുജം എന്ന് പറയും. അപ്പോൾ ഈ ഓരോ അടുക്കുകളും ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഹെക്സഗൺസ്, ഷഡ്ഭുജങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദർ ഈസ് നോ കോവാലന്റ് ബോണ്ടിങ് ബിറ്റ്വീൻ ദീസ് ലെയേഴ്സ്. ഈ കാർബൺ ആറ്റങ്ങൾ തമ്മിൽ കോവാലന്റ് ബോണ്ട് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അവയെല്ലാം ഷീറ്റ് പോലെ കാണപ്പെടും. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കിയ ഷീറ്റ് പോലെ കാണപ്പെടും. പക്ഷേ ഈ ഷീറ്റ് അല്ലെങ്കിൽ ഈ ലെയറുകൾ തമ്മിൽ എന്തോന്നില്ല, കണക്ഷൻ ഇല്ല. ദർ ഈസ് നോ കോവാലന്റ് ബോണ്ടിങ് ബിറ്റ്വീൻ ദീസ് ലെയേഴ്സ്. ആ ലെയറുകൾ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ദീസ് ലെയേഴ്സ് ആർ ഹെൽഡ് ടുഗദർ ബൈ വീക്ക് വാണ്ടർ വാൾസ് ഫോഴ്സസ്. പിന്നെ എങ്ങനെയാണ് ആ ഷീറ്റുകൾ അവിടെ നിലനിൽക്കുന്നത്? അടുക്കടുക്കായിട്ടുള്ള ഷീറ്റുകൾ അവിടെ ദുർബലമായ വാണ്ടർ വാൾസ് ഫോഴ്സസ് കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെൻസ് വൺ ലെയർ ക്യാൻ സ്ലൈഡ് ഓവർ അനദർ. അതുകൊണ്ട് ഒരു ഷീറ്റിന് മറ്റൊന്നിൻ്റെ മുകളിൽ കൂടി തെന്നി മാറാൻ കഴിയും. അതാണ് ഇവിടെ സോഫ്റ്റ് ആയിരിക്കാനുള്ള കാരണം. ഏതാണ്? ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആവാനുള്ള കാരണം മനസ്സിലായല്ലോ. എന്താണ്? അതിൻ്റെ സ്ട്രക്ചറിലുള്ള പ്രത്യേകതയാണ്. അതായത് ഓരോ കാർബൺ ആറ്റവും അതിന് ചുറ്റിലുള്ള 3 കാർബൺ ആറ്റം വഴി കോവാലന്റ് ബോണ്ടിനാൽ ബന്ധിതമാണ്, കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. സഹസംയോജക ബന്ധനത്താൽ ബന്ധിതമാണെങ്കിലും ബന്ധിതമാണ്. എന്നിട്ട് അവ ഇറ്റ് ഈസ് ഫോം ലൈക്ക് എ ലെയർ വൺ ഓവർ അനദർ, വൺ അബോവ് അനദർ. അതായത് ഒന്നിന് മുകളിൽ മറ്റൊന്നായിട്ട് ഇറ്റ് ഫോംസ് എ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ. ഒരു ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറായിട്ട് ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കിയിരിക്കുന്നതായിട്ട് കാണാം. ഇനി ഓരോ ലെയറും എന്തോന്ന് ഷേപ്പാണ്? ഹെക്സഗൺസ് ആണ്. ഹെക്സഗൺസ് ആയിട്ടാണ്, ഷഡ്ഭുജങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ദർ ഈസ് നോ കോവാലന്റ് ബോണ്ടിങ് ബിറ്റ്വീൻ ദീസ് ലെയേഴ്സ്. പിന്നെ എങ്ങനെയാണ് ഈ ലെയറുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്? ദീസ് ലെയേഴ്സ് ആർ ഹെൽഡ് ടുഗദർ ബൈ വീക്ക് വാണ്ടർ വാൾ ഫോഴ്സസ്. ഈ ലെയറുകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ദുർബലമായ വാണ്ടർ വാൾസ് ഫോഴ്സസ് ആണ്. അപ്പോൾ ആ ഫോഴ്സിന്റെ പേരൊന്ന് നോക്കിക്കോണം. വാണ്ടർ വാൾസ് ഫോഴ്സസ്, വീക്ക് വാണ്ടർ വാൾ ഫോഴ്സസ്. ആ ദുർബലമായ വാണ്ടർ വാൾസ് ഫോഴ്സസും വഴിയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ അവയ്ക്ക് എന്തോന്നിനുള്ള കഴിവുണ്ട്? വൺ ലെയർ ക്യാൻ സ്ലൈഡ് ഓവർ അനദർ. ഒരു ലെയറിന് മറ്റൊരു ലെയറിൻ്റെ മുകളിൽ കൂടി തെന്നി മാറാനുള്ള കഴിവുണ്ട്. അതാണ് ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ. ഇനി ദി പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് വിച്ച് ആർ നോട്ട് ഇൻവോൾവ് ഇൻ കോവാലന്റ് ബോണ്ടിങ് മേക്ക് ഗ്രാഫൈറ്റ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോണുകളുടെ സാന്നിധ്യം, it is not involved in covalent bonding make graphite a conductor of electricity. അതായത് അവിടെ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് വിച്ച് ആർ നോട്ട് ഇൻവോൾവ് ഇൻ കോവാലന്റ് ബോണ്ടിങ്, ഈ സ്വതന്ത്ര ഇലക്ട്രോണുകൾ കോവാലന്റ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്തതിനാൽ ഇറ്റ് മേക്ക് ഗ്രാഫൈറ്റ്, അതിന് എന്തോന്നതിനുള്ള കഴിവുണ്ട്? ഇലക്ട്രിസിറ്റി കടത്തിവിടാനുള്ള കഴിവുണ്ട് ഗ്രാഫൈറ്റിന്. ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക്, എന്തോതിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇലക്ട്രോഡ്സ് ഇൻ ഡ്രൈ സെല്ലുകളിൽ ഇലക്ട്രോഡുകളായി ഉപയോഗിക്കുന്നു. കാരണം അതിന് വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവുണ്ട്. അതാണ് അതിൻ്റെ ഗ്രാഫൈറ്റിനെ പറ്റി.